പാറ്റാകളുടെ പ്രതിഷേധം കൈവിട്ടു പോയിരിക്കുന്നു എന്ന് കൃത്യമായി അവലോകനം ചെയ്യാനാവും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഭരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഇമ്പാക്റ്റാണ് യഥാർത്ഥത്തിൽ പാറ്റാകളുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം വരുത്തി വച്ചിരിക്കുന്നത്. നോക്കൂ, ഒരു രാഷ്ട്രീയ കൂട്ടായ്മ എന്ന നിലയിൽ കേവലം 2 മാസം മുൻപ് മാത്രം യാദൃച്ഛികമായി വന്ന ഒരു ഓൺലൈൻ കൂട്ടായ്മ, അത് ഈ രൂപത്തിലൊരു ഫിസിക്കൽ ഡെമോൺസ്ട്രേഷൻ ഡൽഹിയെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ, രാജ്യ തലസ്ഥാനത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ, ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ അത് സ്നോബോൾ ചെയ്യും എന്ന് ഒരിക്കൽ പോലും BJPയോ കേന്ദ്ര നേതൃത്വമോ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അവരുന്നയിച്ച ആവശ്യം വളരെ ലളിതമായിരുന്നു. വിദ്യാർത്ഥികളുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അഴിമതികൾ, അരാജകത്വം, മെല്ലപ്പോക്ക്, കെടുകാര്യസ്ഥത, പോരായ്മകൾ അതൊക്കെ ഒന്ന് പരിഹരിക്കണം. സിംബോളിക്കായിട്ടെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി, ഇതൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നതാണ്. കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയൊക്കെ ചോദിക്കുന്നത് കടന്ന കൈയായിട്ട് വേണമെങ്കിൽ തോന്നാം. പക്ഷെ നോക്കൂ, ഇവിടെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ മോഹങ്ങളുടെ മേലാണ് കരുനിഴൽ വീണിരിക്കുന്നത്. 22 ലക്ഷം പേരാണ് നീറ്റ് പരീക്ഷ എഴുതി വീണ്ടും രണ്ടാമതെയും പരീക്ഷ എഴുതേണ്ടി വന്നത്. അവരുടെയൊക്കെ മോഹഭംഗം, 20 ആത്മഹത്യകളാണ് സംഭവിച്ചത്. അതിൽ കൂടുതൽ പേര് ഗുരുതരാവസ്ഥയിലായിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു രാജ്യം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ജെൻ സിയുടെ മാത്രം വിഷയമല്ല, തൊഴിൽ തേടി നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയോടെ മത്സര പരീക്ഷകൾ എഴുതി തൊഴിൽ തേടുന്നവരുടെ മനസ്സിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് മേലുള്ള ഈ വ്യവസ്ഥയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് വലിയ തോതിലുള്ള ഒരു നഷ്ടമാണ്. അതുമാത്രമല്ല, നീറ്റ് പരീക്ഷയ്ക്ക് പുറമെ മറ്റു പരീക്ഷകളിലും, നെറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ നടന്ന വലിയ രീതിയിലുള്ള ഒരുതരം ചോദ്യപേപ്പർ ചോർച്ച, വാല്യുവേഷനിൽ പേപ്പർ തെളിയുന്നില്ല എന്ന CBSE പരീക്ഷയിൽ ഉൾപ്പെടെ. അപ്പം ഒന്നിന് പുറകെ ഒന്നായി വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വരികയാണ്. മുൻകാലങ്ങളിലും പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേടുകൾ വന്നിട്ടുണ്ട്, UPA ഭരണകാലത്തും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വിസ്മരിക്കുന്നതുമില്ല. അപ്പോൾ ഇത് പിടിവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ സിംബോളിക്കായി കേന്ദ്ര സർക്കാരിൻ്റെ പിടിവാശി ഉപേക്ഷിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ചോദിച്ചു വാങ്ങാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട, ഡൽഹിയെ പിടിച്ചുലച്ച രീതിയിൽ കണ്ട ഒരു പ്രക്ഷോഭവും അവിടെ നടക്കില്ലായിരുന്നു. മുളയിലേ നുള്ളുക അല്ലെങ്കിൽ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നാണ് പ്രമാണം. അതായത് ഒരു തുന്നൽ വേണ്ട സമയത്തെ ആ തുന്നൽ നടത്താതെ അല്ലെങ്കിൽ ചെറിയൊരു തീരുമാനം എടുക്കുന്നത് അമാന്തിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഖേദപ്രകടനം പോലും ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ അതങ്ങനെയല്ലല്ലോ വരേണ്ടത്. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് യുവജനങ്ങളോട് പറയേണ്ടതാണ്, ഞങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു, ഞങ്ങൾക്ക് പാകപ്പിഴ സംഭവിച്ചിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മന്ത്രിസഭയിൽ നിന്നും വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കുന്നു, അല്ലെങ്കിൽ രാജി ചോദിച്ചു വാങ്ങിയാലും മതി. ഈ പ്രക്ഷോഭമൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യേണ്ട കാര്യമായിരുന്നത്. ഒരു റെയിൽ അപകടത്തിൻ്റെ പേരിൽ റെയിൽവേ മന്ത്രി രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് സാങ്കേതിക പിഴവായിരിക്കാം, ഡ്രൈവറുടെ അല്ലെങ്കിൽ ലോക്കോ പൈലറ്റിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ എററാകാം, അല്ലെങ്കിൽ മറ്റ് ചില കാരണങ്ങളാകാം, പ്രകൃതി ദുരന്തമാകാം. പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നടന്ന ഒരു ട്രെയിൻ അപകടത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ച ഒരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. അതുപോലെ എല്ലാവരും ചെയ്യണമെന്നല്ല സൂചിപ്പിക്കുന്നത്, പക്ഷേ ചെയ്യാമായിരുന്നു. അവിടെ നിൽക്കട്ടെ. ഇനി അതിൻ്റെ ഈ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം, ഇന്ത്യയുടെ കേന്ദ്ര രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുന്നു. പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയിരിക്കുന്നു. 20-ാം തീയതി പാർലമെൻറ്റ് സമ്മേളനം നിരന്തരമായി സ്തംഭിപ്പിക്കുകയാണ്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടും മറ്റ് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും നിരന്തരമായി സ്തംഭിക്കുകയാണ്. ഈ വിഷയത്തിൽ ന്യായമായ ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഒരുക്കാൻ സർക്കാരിന് ബാധ്യസ്ഥതയുണ്ടായിരുന്നു. രാജ്യത്തെ പിടിച്ചുലച്ച വിഷയമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ, പ്രതിപക്ഷ നേതാവിനെ പ്രസ്താവന നടത്താനോ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനോ ഉള്ള അനുമതി നിഷേധിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ജനാധിപത്യ ലംഘനമായി വേണമെങ്കിൽ കാണാം. പക്ഷേ ഇപ്പോൾ അത് കൈവിട്ടു പോയതിൻ്റെ ഒരു ഉദാഹരണം അതാണ് നമ്മൾ മെയിൻ സ്ട്രീം പാർട്ടി പൊളിറ്റിക്സിലേക്ക് കണ്ണോടിക്കുമ്പോൾ മനസ്സിലാകും. പാറ്റാകളുടെ പ്രതിഷേധത്തിൽ അണിചേരാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ആദ്യമൊന്നും തയ്യാറായില്ല എന്നത് ന്യായമായ സംശയമാണ്. ഞാനും ആ സംശയം പല വേദികളിലും ഉന്നയിച്ചതുമാണ്. അതായത്
എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഒളിവിൽ പോയി എന്ന് പറയുന്നത് ശരിയല്ല. കാണാനില്ല പ്രതിപക്ഷ നേതാവിന് കാണാനില്ല. രാജ്യത്ത് നിർണായകമായ അയോധ്യ വിഷയം, ഈ വിഷയം, മറ്റ് ചില വിഷയങ്ങൾ എല്ലാം കത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് LOP എവിടെ ചോദ്യമാണ്. പക്ഷേ LOP വന്നപ്പോൾ അതൊരു ഒന്നൊന്നര വരവായിരുന്നു. ഇവിടെ സംഭവിച്ചത് കോൺഗ്രസ് പാർട്ടി ഏറെ പഴികിട്ടു. പാർട്ടിക്ക് കിട്ടിയ ജനസ്വീകാര്യത, അതിൻ്റെ അടിസ്ഥാനം പരമ്പരാഗതമായ രാഷ്ട്രീയ കക്ഷികളോടുള്ള യുവജനങ്ങളുടെ ഒരു വിയോജിപ്പാണ്. അവർക്ക് ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇതുപോലെയുള്ള ഇപ്പോൾ നിലവിലുള്ള BJP, കോൺഗ്രസ്, CPM അങ്ങനെയുള്ള ഘടകകക്ഷികൾ, ചെറിയ കക്ഷികൾ, അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രക്രിയയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അരാഷ്ട്രീയ ഒരു കൂട്ടായ്മ, ഒരു പർപ്പസിന് വേണ്ടി കൂടി വന്ന ആളുകൾ, അത് ജെൻസിയാണ്. അങ്ങനെയാണ് 22 മില്യൺ ആളുകൾ ഒരു വെബ്സൈറ്റിൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുകയാണ്. CJP എന്ന രീതിയിൽ ഒരു പാർട്ടിയല്ല, ഒരു സ്വതന്ത്ര കൂട്ടായ്മയാണ്, ഒരു ഓൺലൈൻ കൂട്ടായ്മ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഇത് BJP വിരളി പിടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇവരിൽ പലരും BJP സപ്പോർട്ടേഴ്സാണ്. ഈ കുട്ടികൾ പലരും ജെൻസി എന്ന് പറയുന്ന ചെറിയ പ്രായത്തിലുള്ള 15, 20, 25 പ്രായമുള്ള വിദ്യാർത്ഥികൾ പലരും ഒന്നുകിൽ BJPയെ പിന്തുണയ്ക്കുന്നവരാണ്, ABVPയോടൊപ്പം ചേർന്ന് നിന്നവരാണ്, എല്ലാവരുമല്ല. പക്ഷേ അവരുടെയൊക്കെ പിന്തുണയിലാണ്, അല്ലെങ്കിൽ അവരുടെ മുൻമുറക്കാരായ ജെൻസികളുടെ പിന്തുണയിലാണ് 2014-ലും 2019-ലും 2024-ലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞതേ നോർക്കണം. അല്ലാതെ രാമക്ഷേത്രത്തിൻ്റെ പ്രഭാവം കൊണ്ട് മാത്രമല്ല. അപ്പോൾ യൂത്ത് എന്ത് ചിന്തിക്കുന്നു അവിടെയാണ് ഭരണകൂടം സൃഷ്ടിക്കപ്പെടുന്നത്. ഇതെങ്കിലും മനസ്സിലാക്കണമായിരുന്നു. ഇവിടെ എന്തുകൊണ്ട് 22 മില്യൺ, അതായത് 2 കോടിയിൽ പേര്, കേരള ജനസംഖ്യയേക്കാൾ ലേശം കുറവ്, അത്രയും പേരെ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമിതിയിൽ ചേരുന്നു എന്ന് പറഞ്ഞാൽ പുകയുന്ന ഒരു അഗ്നിപർവ്വതമായിരുന്നു യുവ മനസ്സുകൾ എന്ന് കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു അവസരം കിട്ടിയപ്പോൾ അവർക്ക് ഒരു വെഹിക്കിൾ കിട്ടുകയാണ്, പ്രതിഷേധിക്കാൻ, പ്രതികരിക്കാൻ ഒരു വെഹിക്കിൾ കിട്ടുകയാണ്. അതിൽ ചാടിക്കേറി ദേ ജംപ്ഡ് ഓൺ ടു ദി ബാൻഡ് വാഗൺ ഫ്ലോട്ടഡ് ബൈ CJP. അത് ചെയ്തു. അതിനെന്താണ് തെറ്റ്? അത് മനസ്സിലാക്കണമായിരുന്നു. BJP അത് മനസ്സിലാക്കണമായിരുന്നു. അതനുസരിച്ച് ആദ്യം തന്നെ പരിഹാര നടപടികൾ എടുക്കണമായിരുന്നു. കോൺഗ്രസ് എന്താണ് ചെയ്തത്? കോൺഗ്രസ് ബുദ്ധിപൂർവ്വം മാറി നിന്നു. എന്തുകൊണ്ടാണ്? KSUO അല്ലെങ്കിൽ NSUIയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സോ ഒക്കെ ചാടി പുറപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരു സമരപ്രഹസനം, സമരാഭാസം എന്ന നിലയിലേക്ക് ചെറുപ്പക്കാർ അതിനെ എഴുതിത്തള്ളുമായിരുന്നു. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ഒരു ലെവല് പിന്നിട്ട് ജന്തർ മന്തർ മുഴുവൻ സ്തംഭിക്കത്തക്ക രീതിയിൽ അത് വലിയ ദേശീയ ശ്രദ്ധ മാത്രമല്ല ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ അത് വളർന്നപ്പോൾ പെട്ടെന്ന് കോൺഗ്രസ്സിന് പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെയുടെ പിറന്നാൾ സമയം, സാധാരണ അത് ആഘോഷിക്കാറില്ല, മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് പെട്ടെന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് കോൺഗ്രസിൻ്റെ സാമാജികരെ, അല്ലെങ്കിൽ 100 പേരുണ്ടായിരുന്നു, 99 പേരാണ്. പാർലമെൻറ്റിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അംഗസംഖ്യ സാമാന്യം ഒരു മസിൽ പിടിക്കാൻ തക്ക ഒരു നമ്പറായി കഴിഞ്ഞു. മുൻ പാർലമെൻറ്റിൽ കഴിഞ്ഞ 2 പാർലമെൻറ്റുകളിൽ 45 പേര് 42 പേരൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 100ഓളം പേര് വരുമ്പോൾ അതൊരു നമ്പറാണ്. അവർ ഒരുമിച്ച് കൂടുന്നു. വെറും 1/2 കിലോമീറ്റർ മാത്രം അവിടെ നിന്നാൽ കാണാവുന്ന ദൂരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യാൻ എടുത്ത തീരുമാനം വളരെ നാടകീയമായിരുന്നു. മറ്റ് ഘടകകക്ഷികളെ അറിയിക്കാതെ തന്നെ കോൺഗ്രസ് ഏകപക്ഷീയമായി എടുത്ത ഒരു തീരുമാനമാണ്. അതിനെ ആരും വിമർശിച്ചില്ല. അത് ഘടകകക്ഷികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ തമ്മിലുള്ള ഒരു ഏകോപനത്തിൻ്റെ ഒരു സൂചനയായി വേണമെങ്കിൽ കരുതാം. മറ്റ് കക്ഷികളെ എന്തുകൊണ്ട് കോൺഫിഡൻസിലെടുത്തില്ല? അങ്ങനെയൊക്കെ കോൺഫിഡൻസിലെടുത്ത് വലിയ ചർച്ചകളൊക്കെ നടത്തിയാൽ മാധ്യമ ശ്രദ്ധ വരും, പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടയും. അതുകൊണ്ട് MP-മാർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യാനോ അവിടെ കുത്തിയിരിക്കാനോ പ്രതിഷേധിക്കാനോ കഴിയില്ലായിരുന്നു. അത് ഉഗ്രമായ പ്രതിഷേധമാണ് അവിടെ കോൺഗ്രസിൻ്റെ MP-മാരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ചെന്നു. കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ ചിലരുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പലരും ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നു. പലരും കേരളത്തിലെ നേതാക്കളുമാണ്. അപ്പം അങ്ങനെ അത് ഗംഭീരമായ ഒരു പ്രകടനം അവിടെ നടത്താൻ കഴിഞ്ഞു. പാർട്ടികളുടെ പ്രാധാന്യം അതുകൊണ്ട് കുറയുന്നില്ല. പാർട്ടികളുടെ വേദികളിലേക്ക് ഇവർ പ്രവേശിക്കുകയല്ല ചെയ്തത്. ഒരു പുതിയ സമരമാർഗം വെട്ടിത്തുറന്ന് നേരിട്ട് പ്രധാനമന്ത്രിയെ ആക്രമിക്കുക, പ്രധാനമന്ത്രി രാജി ചോദിക്കുക, ക്രമസമാധാന നില തകർന്നതിന് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ രാജി ചോദിക്കുക, അതോടൊപ്പം തന്നെ കോക്രോച്ചുകൾ ഉയർത്തിയ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങുക. ഇത് ന്യായമായ കാര്യം. കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തിയ 3 ആവശ്യങ്ങൾ ലളിതമായ ആവശ്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, രാഷ്ട്രീയമാണ്, മന്ത്രി രാജിവെക്കുക. 2, ഈ സത്യാഗ്രഹം ഇരുന്ന സോനം വാങ്ചുക്കിനെ റിലീസ് ചെയ്യുക. ആശുപത്രിയിൽ ഒരുതരം തടവിലാണ്. അപ്പോൾ കോടതി തന്നെ ഇടപെട്ടു, പറഞ്ഞു ആശുപത്രിയിൽ ഈ ഡൽഹിയിലെ
പ്രധാനപ്പെട്ട ഈ ഒരു ആശുപത്രിയിൽ അദ്ദേഹം ഏതാണ്ട് തടവിലാണ്. സ്വതന്ത്രമായി ഒരു ആശുപത്രി താൻ എവിടെ ചികിത്സിക്കപ്പെടണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. സഫ്ദർജംഗ് ആശുപത്രിയിൽ നിർബന്ധപൂർവ്വം ചികിത്സ എന്നത് മനുഷ്യാവകാശ ലംഘനമാണ്, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ലംഘനമാണ്. അതുകൊണ്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് അദ്ദേഹം നീങ്ങുകയാണ്. നിരാഹാരം തുടരും. 25ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നിരാഹാരം അത് വലിയ ഒരു ഗാന്ധിയൻ മാർഗമാണല്ലോ നിരാഹാരം. നിരാഹാരത്തിൻ്റെ ഒരു ശക്തി ഭാരതം തിരിച്ചറിഞ്ഞതാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലയളവിൽ. ഇപ്പോഴതിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ, അണ്ണാ ഹസാരെ നടത്തിയ നീക്കവും സമാധാനപരമായ നീക്കമായിരുന്നല്ലോ. മൻമോഹൻ സിംഗിൻ്റെ 2ാം ഗവൺമെൻറ്റിനെ കാട്ടപ്പുഴക്കി എറിഞ്ഞത് 2011 മുതൽ അണ്ണാ ഹസാരെ ഉയർത്തിയ ലോക്പാലിന് വേണ്ടി ഉയർത്തിയ പ്രക്ഷോഭം, അത് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന രൂപത്തിൽ അത് വരികയും അവിടെയാണ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചതായി കോൺഗ്രസ്സിന് അറിയാവുന്നത്. അത് അണ്ണാ ഹസാരയുടെ മൂവ്മെൻ്റ് ആയിരുന്നു എങ്കിലും അരവിന്ദ് കെജ്രിവാളും മറ്റും കൂടെ ചേർന്നു എങ്കിൽ പോലും അതിനെ പ്രധാനമായി ഉപയോഗിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. BJP നേരിട്ട് രംഗത്ത് വന്നില്ല. കോൺഗ്രസ് സർക്കാരിനെതിരെ, UPA സർക്കാരിനെതിരെ BJP രംഗത്ത് വന്നില്ല. പക്ഷേ RSSൻ്റെ അനുഗ്രഹാശിസ്സുകളോടെയാണ് ഈ സമരത്തിൻ്റെ പിന്നണി പ്രവർത്തകർ പലരും നീങ്ങിയത്. അത് അണ്ണാ ഹസാരയുടെ അറിവോ സമ്മതത്തോടെയോ ആണ് എന്ന് കൃത്യമായി പറയാനാവില്ല. പക്ഷേ അതിന് പിന്നിൽ നേട്ടം കൊയ്തത് തീർച്ചയായും പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ 2014 തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. മോദി എങ്ങനെയാണ്, മോദി യുഗം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ കൂട്ടായ്മകൾ എന്ന് തോന്നുന്ന പ്രക്ഷോഭങ്ങൾ, അവർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭം ഇനി 2.5-3 വർഷം എടുക്കും അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ. അപ്പോൾ അത്രയും കാലം ഈ പ്രക്ഷോഭം ഈ രീതിയിൽ ആളിക്കത്തിച്ച് തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനാവില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ ടൈമിംഗ് അതും വളരെ പ്രധാനമാണ്. ഈ ഇൻറ്റൻസിറ്റിയിൽ മുന്നോട്ട് പോകാനാവുമോ? ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. പക്ഷേ ഇവിടെ ഒരു ഫണ്ടമെൻ്റൽ വിഷയം, മറ്റ് പ്രക്ഷോഭങ്ങളെല്ലാം, കർഷക പ്രക്ഷോഭത്തെ പരിഹസിച്ചു തള്ളി ഗവൺമെൻറ് ആദ്യമൊക്കെ. പിന്നീട് കർഷകരെ കൈവിട്ടാൽ അത് പൊള്ളും, BJPക്ക് രാഷ്ട്രീയമായി ദോഷം ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് ഫാം ലോസ് 3 ഫാം നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. മോദിക്ക് മാപ്പ് പറയേണ്ടി വന്നു. സമരക്കാരുടെ മുന്നിൽ സർക്കാർ മുട്ടുകുത്തിയത്, കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ മുട്ടുകുത്തിയ ഏക സംഭവം കർഷക പ്രക്ഷോഭമാണ്. ഗുസ്തിക്കാരുടെ പ്രക്ഷോഭം വേണ്ട ഫലം കണ്ടില്ല, അതിനെ പരിഹസിച്ചു തള്ളി. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് CAA, അതുമായി ബന്ധപ്പെട്ടത് വിദേശ ശക്തികളാണ്, അല്ലെങ്കിൽ ദേശവിരുദ്ധ ശക്തികളാണ്, നുഴഞ്ഞുകയറ്റക്കാരാണ്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രക്ഷോഭം എന്ന നിലയിൽ ചാപ്പ കുത്തി ആ പ്രക്ഷോഭത്തിൻ്റെ കാറ്റൂരി വിട്ടു. കർഷക പ്രക്ഷോഭത്തെക്കുറിച്ച് പോലും പറഞ്ഞു അത് സിഖുകാരുടെ, ഖലിസ്ഥാൻവാദികളുടെ പ്രക്ഷോഭമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏശിയില്ല, അത് ദോഷമാകുന്നു എന്ന് കണ്ടുകൊണ്ട് അനുവദിച്ചു കൊടുക്കേണ്ടി വന്നു. അതുപോലെ രോഹിത് വേമുല ഗവൺമെൻറ് നേരിട്ട, ആദ്യ മോദി സർക്കാർ നേരിട്ട വലിയ പ്രക്ഷോഭമായിരുന്നല്ലോ രോഹിത് വേമുലയുടെ മരണവും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും. അവിടെ ദളിത് ആക്ടിവിസ്റ്റുകളെ അർബൻ നക്സലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചു. അപ്പോൾ ഓരോ സമരത്തിനും ഓരോ ചാപ്പ കുത്തി അങ്ങോട്ട് കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ ദേശവിരുദ്ധ ശക്തികൾ ഇതിനകത്ത് നുഴഞ്ഞു കയറും. അത് പൂർണ്ണമായി തെറ്റാണെന്ന് പറയാനാവില്ല. കാരണം ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ സംഭവിച്ച പ്രക്ഷോഭങ്ങളുടെ ഒരു രീതി നോക്കിയാൽ, ജൻസി പ്രക്ഷോഭങ്ങൾ എന്ന് പൊതുവെ പറയാവുന്ന പ്രക്ഷോഭങ്ങളുടെ ഒരു രീതിശാസ്ത്രം നോക്കിയാൽ, യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഡർ ഇതിനുള്ളിൽ കടന്നു കയറിയാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭത്തെ വലിയ ഒരു പ്രക്ഷോഭമായി മാറ്റിയെടുക്കുകയും ഗവൺമെൻറ്റിനെ നിഷ്കാസനം ചെയ്യാൻ കഴിയുകയും ചെയ്തത് പുറമേ നിന്ന ചില ശക്തികളാണ്. പാകിസ്ഥാൻ്റെ ഉൾപ്പെടെ ഉള്ള കരങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് കാണാം. സമാനമായ രീതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭത്തിൽ അതിൻ്റെ മറവിൽ അവർ പോലും അറിയാതെ ഹൂളിഗൻ എലമെൻറ്റ്സ്, ലംപൻ എലമെൻറ്റ്സ്, ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് കടന്നു കയറാനുള്ള സാധ്യതയൊന്നും പൂർണ്ണമായി നിരാകരിക്കാനാവില്ല. അതുകൊണ്ടാണ് അരാഷ്ട്രീയ കൂട്ടായ്മകളെക്കാൾ അവർക്ക് തുടങ്ങി വെക്കാനാവും. അവർക്കൊരു ദേ ക്യാൻ സെറ്റ് ദ ഗ്രൗണ്ട്, അവർക്ക് ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ കക്ഷികളാണ്. അത് കൃത്യമായ ഇടപെടൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയുടെ, അതായത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. പക്ഷേ അതിന് തെരുവിൽ ഈ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണോ നടത്തുന്നത്? ആ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ നടത്തിയ ബലപ്രയോഗം ന്യായീകരിക്കാവുന്നതാണോ? ഇതാണ് ചോദ്യം. ആ പ്രക്ഷോഭം ഈ രീതിയിലാണോ എന്ന് ചോദിച്ചാൽ പാർലമെൻറ്റ് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നില്ല, വേണ്ട വേദികൾ ഉന്നയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ജനകീയ വിഷയങ്ങൾ എവിടെ ഉന്നയിക്കപ്പെടും?
അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിനെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കാനും വയ്യാത്ത ഒരു അവസരത്തിലാണ്. അവർ പ്രതിഷേധിക്കും. പ്രതിപക്ഷത്തിൻ്റെ ജോലി പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനസമക്ഷം കൊണ്ടുവരിക എന്നതല്ലേ. ഈ വിഷയത്തിൽ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ ഒരു പ്രതികരണമില്ല എന്ന് പറയുന്നത് മ്ലേച്ഛമല്ലേ? അതുകൊണ്ട് അവർ പ്രതികരിച്ചപ്പോൾ സാമാന്യം ശക്തമായി തന്നെ പ്രതികരിച്ചു. ഇപ്പോൾ മുഖ്യധാരയിലായി കഴിഞ്ഞു. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നതിനുത്തരം പലപ്പോഴും കോൺഗ്രസ്സൊക്കെ അത് ഈ പ്രക്ഷോഭത്തിലേക്ക് വന്നാൽ ഉടനെ തന്നെ BJPയുടെ വക അല്ലെങ്കിൽ ഗവൺമെൻറ് വക ചാപ്പകുത്തുണ്ടാകും. കോൺഗ്രസ് പിന്നെയും ഇറങ്ങിയിട്ടുണ്ട്. JNUവിലൊക്കെ പലപ്പോഴും നടന്ന ഏറ്റുമുട്ടലുകൾ, പ്രക്ഷോഭങ്ങൾ, ആശയ സംഘടനകൾ, അതിനെയൊക്കെ തുക്കടെ ഗ്യാങ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന ഒരു കാഴ്ച. ഇത് ഗോദി മീഡിയ മടിത്തട്ടിൽ വെച്ച് താലോലിക്കുന്ന മാധ്യമങ്ങളെന്നാണല്ലോ പറയുക. ഗോദി മീഡിയയുടെ പ്രചരണം കൂടി ആയി കഴിയുമ്പോൾ കോൺഗ്രസ് നയിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഒന്നും തന്നെ മൂർച്ചയില്ലാതെ ആകുന്നു. അത് വേണ്ട രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു എങ്കിൽ പലപ്പോഴും കോൺഗ്രസിൻ്റെ ഇലക്ട്രൽ പ്രോസ്പെക്ട്സ് മെച്ചമാകുമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. അതൊന്നും ഉണ്ടായില്ലല്ലോ. പക്ഷേ ഇവിടെ ഒരു വലിയ അഗ്നി പരീക്ഷയിലൂടെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. പുതിയ തലമുറയെ കോൺഫിഡൻസിലെടുക്കാൻ ജെൻസിയുടെ തരംഗത്തിലേറെ തന്നെയാണ് മോദി വന്നാൽ ശരിയാവും എന്നൊരു വിശ്വാസം. കോൺഗ്രസ് ഏറെക്കാലം ഭരിച്ചല്ലോ, പല കക്ഷികളും ഭരിച്ചല്ലോ. അപ്പോൾ മോദിക്കൊരു ഫ്രഷ് ഫേസ് ആയിരുന്നു. അതുകൊണ്ട് പൊതുവെ ഇപ്പോൾ ജെൻസി എന്ന് പറയുന്നവരുടെ മുൻരൂപം 2014 മോദിയെ പിന്തുണച്ചു. എല്ലാവരുമല്ല കേട്ടോ, നല്ലൊരു പങ്ക്. അതുകൊണ്ട് അർബൻ മിഡിൽ ക്ലാസ്, ഇതൊരു അർബൻ മൂവ്മെൻ്റാണ്. ഇപ്പോഴും അടിസ്ഥാന ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും അതൊരു അർബൻ മിഡിൽ ക്ലാസ് മെട്രോപൊളിറ്റൻ മൂവ്മെൻറ്റ് തന്നെയാണ്. ഈ നീറ്റ് പരീക്ഷ വിവാദത്തിന് എതിരെ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾ. അപ്പം അവിടെ കുറച്ചുകൂടി ഒരു വ്യാപകവൽക്കരിക്കപ്പെടാൻ സാധ്യതയുള്ളത് കോൺഗ്രസും റീജിയണൽ പാർട്ടീസും ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ രംഗത്ത് വരുമ്പോഴാണ്. ഈ ഇന്ത്യ കക്ഷികളുടെ ഒരു നിലനിൽപ്പ് തന്നെ അവതാളത്തിലായിരിക്കുന്ന, ചോദ്യചിഹ്നമായിരിക്കുന്ന അവസരത്തിലാണ് വീണ് കിട്ടിയ അവസരം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ പിളർത്തുകയും അവരെ ചേരിമാറ്റുകയും തൃണമൂൽ കോൺഗ്രസ് പിളർന്നില്ലേ? 29 MP-മാരിൽ 20 പേരും പിളർന്ന് വേറൊരു ഗ്രൂപ്പായിട്ട് മാറി BJP പിന്തുണയ്ക്കുന്നു. DMK എങ്ങനെ നിൽക്കുമെന്ന് ഉറപ്പില്ല. DMKയുടെ 22 MP-മാർ ഒരുപക്ഷെ വിട്ടുനിന്ന് പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷം തികച്ചുകൊണ്ട് BJP ചില നിർണായക ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ശിവസേനയെ പിളർത്തിക്കഴിഞ്ഞു. ഓൾറെഡി ഉദ്ധവ് ശിവസേനയെ മറ്റേ ശിവസേനയോടൊപ്പം ചേർത്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ചേർത്ത് കഴിഞ്ഞു. അവരുടെ പിന്തുണ ഉറപ്പാക്കി കഴിഞ്ഞു. അതുമാത്രമല്ല NCPയുടെ ലയനവും അതും വിഷയമാണ്. ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ എണ്ണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം കൂട്ടുന്ന നടപടികളാണ്. ഇതിലായിരുന്നു ശ്രദ്ധ. എങ്ങനെയെങ്കിലും ഈ വർഷകാല സമ്മേളനത്തിൽ, പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനങ്ങളിൽ 360 എന്ന മാജിക് നമ്പർ, അതായത് 3/2 ഭൂരിപക്ഷം തികച്ചുകൊണ്ട് ഈ നിർണായകമായ നിയമനിർമ്മാണങ്ങൾ, 6ഓളം നിർണായകമായ ഭരണഘടനാ ഭേദഗതികൾ അങ്ങ് പാസ്സാക്കിയെടുക്കാം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ചിന്ത ഒരു വശത്ത്. അവിടെയാണ് രാജ്യത്തിൻ്റെ മൊത്തം ശ്രദ്ധ ഈ പ്രക്ഷോഭത്തിലേക്ക് തിരിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ രാഷ്ട്രീയമായി മാറ്റിയെടുത്തു എന്ന് കോൺഗ്രസ്സിന് മേനി നടിക്കാൻ കഴിയും. അപ്പോഴും ഫണ്ടമെൻ്റൽ ഇഷ്യൂ റിമെയിൻസ്. ക്രെഡിബിലിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ്സസ്, അല്ലേ? വിശ്വാസ്യത. ഈ വിശ്വാസ്യത തകർന്നാൽ പിന്നെ രാജ്യമില്ല, സർക്കാരില്ല. അതുകൊണ്ട് വിശ്വാസ്യത തിരിച്ചു പിടിക്കാൻ ഗവൺമെൻറ്റിന് കഴിയണം. പ്രതിപക്ഷം അതിനുതകുന്ന രീതിയിലുള്ള സമ്മർദ്ദതന്ത്രങ്ങൾ പയറ്റുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അവിടെയൊക്കെ ജനാധിപത്യം അനുശാസിക്കുന്ന പരസ്പര ബഹുമാനമുണ്ട്. ആ ബഹുമാനമില്ലാതെ വ്യാജ കഥകൾ ചമച്ചുകൊണ്ടും, ഇപ്പം സമരക്കാർ ഹൈഡ്രജൻ ട്രെയിനിന് തീ വെക്കാൻ പോയി, ബോംബെറിഞ്ഞു, കല്ലെറിഞ്ഞു എന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്താതെ, അല്ലെങ്കിൽ എല്ലാവരെയും ഏത് പ്രക്ഷോഭത്തിന് പിന്നിലും ഇത് പാകിസ്ഥാൻ ഏജൻസാണ് എന്ന് പറയാതെ, ഇത് ജാതിയോ മതമോ വർഗമോ വംശമോ ഒന്നുമല്ല വിഷയം. ഇത് യൂത്താണ്, യൂത്ത് ഇഷ്യൂ ആണ്, അവരുടെ എംപ്ലോയ്മെൻ്റ് ആണ്, അവരുടെ ഭാവിയാണ് വിഷയം. അതിലൊരു പാർട്ടി പരിഗണനകളും ആവശ്യമില്ല. അത് ഫണ്ടമെൻ്റൽ വിഷയമായി കണ്ടുകൊണ്ട് സ്വത്വരമായ നടപടികൾ എടുക്കാൻ ഗവൺമെൻറ്റിന് ഈ സമ്മർദ്ദം സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.